പിടിവിട്, അവൻ ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ, ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇല്ലേ, പിടിവിടെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ പിടിവിടാണ്ട് ബ്രദറിനെ അങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ആൾ ഫെയിൻ്റായി, തല ഇറങ്ങിയിട്ട് വീണു എൻ്റെ ബ്രദർ. പാർക്കിങ്ങിന്റെ പേരിലാണ് കൊണ്ടോട്ടിയിൽ ഇന്നലെ നൗഫൽ എന്ന യുവാവും അതുപോലെ തന്നെ സദക്കത്തുള്ള എന്ന സിവിൽ പോലീസ് ഓഫീസറും തമ്മിൽ വലിയ മൽപ്പിടുത്തം ഉണ്ടായത്. ആ യാത്രയിൽ ഉണ്ടായിരുന്ന നൗഫലിന്റെ സഹോദരി മുഹ്സിന എന്നോടൊപ്പം ഉണ്ട്. എന്താ ഇന്നലെ കൊണ്ടോട്ടി സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചത് എന്താ വെച്ചാൽ, എൻ്റെ സിസ്റ്ററിലോനെ ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി വീട്ടിലേക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വിളി വന്നു. അങ്ങനെ ആ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി സൈഡാക്കി, ബഷീർ കുൾബാറിൻ്റെ ഫ്രണ്ടിൽ വണ്ടി സൈഡാക്കിയ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു വേറെ വണ്ടി എടുക്കുന്നുണ്ട്, അവിടുന്ന് ഒരു ടൊയോട്ടയുടെ വണ്ടി എടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ വണ്ടി എടുക്കുന്നുണ്ട്. ആ വണ്ടി എടുത്ത് ആ ഗ്യാപ്പിൽ തന്നെ വേറൊരു റെഡ് സ്വിഫ്റ്റ് അങ്ങോട്ട് റോങ് സൈഡ് കയറിയ സമയത്ത് അവിടെ ഒരു ബ്ലോക്ക് വന്നു. അപ്പോൾ ഈ റെഡ് സ്വിഫ്റ്റ് കണ്ടപ്പോൾ വീണ്ടും എൻ്റെ ബ്രദർ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്നുണ്ട്. ഇയാളടുത്ത് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്, യു ടേൺ എടുക്കുകയാണോ അതോ ഈ പാർക്കിങ്ങിലേക്ക് വരികയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആളൊന്ന് റിപ്ലൈ തരാഞ്ഞപ്പോൾ ആൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വെച്ചു. ഈ പറഞ്ഞ സദക്കത്തുള്ള സാർ വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു 3 തട്ട് കെട്ടി ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. എൻ്റെ ബ്രദർ ഗ്ലാസ് കൊത്തിയിട്ട് ചോദിച്ചു, എന്തിനാണ് സാർ ഫോട്ടോ എടുക്കുന്നത്, ഞങ്ങളോട് ഇങ്ങനെ സെക്യൂരിറ്റി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇവിടെ നിർത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ഭയങ്കര വൃത്തിയായിട്ട രീതിയിൽ നീ ആരാടാ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ, പോലീസിനെ ചോദ്യം ചെയ്യാനൊന്നും പറഞ്ഞാൽ അതിൽ നിന്ന് അങ്ങനെ വലിച്ചിറക്കിയിട്ട് കഴുത്തിന് പിടിച്ചിട്ട് നീ പോലീസ് സ്റ്റേഷൻ കയറിയിട്ട് പോയാൽ മതി എന്നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന സീനെന്ന് പറയുന്നത് കഴുത്തിന് പിടിച്ച് ഷോൾഡറിലും പിടിച്ചിരിക്കുന്നതാണ്. നീ പോലീസ് സ്റ്റേഷൻ കയറിയിട്ട് പോയാൽ മതി. അപ്പോൾ എന്താണ് കാരണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോരില്ല എന്ന് എൻ്റെ ബ്രദറും സ്റ്റേൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള സറൗണ്ടിങ്സിലുള്ള എല്ലാ നാട്ടുകാരും കൂടിയിട്ട് പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല, അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവൻ പിടിവിട്, അവൻ ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ, ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇല്ലേ, പിടിവിടെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ പിടിവിടാണ്ട് ബ്രദറിനെ അങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ആൾ ഫെയിൻ്റായി, തല ഇറങ്ങിയിട്ട് വീണു എൻ്റെ ബ്രദർ. ആ വീണ സമയത്ത് അപ്പോഴേക്കും അവിടെ SI വന്നു. ആളുടെ പ്രൈവറ്റ് വെഹിക്കിളിലാണ് വന്നേക്കുന്നത്. അങ്ങനെ ആ പ്രൈവറ്റ് വെഹിക്കിളിൽ ഞങ്ങളെ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അതേ സിറ്റുവേഷനിൽ ഈ സദക്കത്തുള്ള സാറും ഞങ്ങൾ അതേ വണ്ടിയിലുണ്ട്. SI സാറും സദക്കത്തുള്ള സാറും എൻ്റെ ബ്രദറും ഡിസയർ ആയിരുന്നു. അത് വൈറ്റ് ഡിസൈറിലാണ്. പോലീസുകാരൻ SIനെ വിളിച്ചതാണോ? അവിടെയുള്ള ആള് വിളിച്ചതല്ല, ആൾ ആരെക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക്, പിന്നെ ഞാൻ ആ സിറ്റുവേഷനിൽ എനിക്ക് അറിയില്ല. അപ്പോൾ അവിടെയുള്ള സറൗണ്ടിങ്സിലെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇയാൾ ഇതിൽ 4ാമത്തെ കേസാണ് ഇപ്പോൾ ഈ വന്നേക്കുന്നത്, ഇതിൻ്റെ മുന്നേ ഒരു 3 കേസുണ്ട്, കാണുന്നവരൊക്കെ എടുത്തിട്ട് അടിക്കും, ഭയങ്കര അരഗൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അവിടെയുള്ളവരെല്ലാവരും ലോക്കൽസ് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ എൻ്റെ ബ്രദറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾ വരാമെന്ന് പറയുന്നുണ്ട്. ആൾ കുറച്ച് അപ്പുറത്തായിരുന്നു. ഈവൻ ഇതിൻ്റെ പേരിൽ അവിടെ ഒരു ബ്ലോക്കും വന്നിട്ടുണ്ട്. അങ്ങനെ ആൾ ഫെയിൻ്റായി വീണപ്പോൾ ഞാൻ അങ്ങനെ കാറിൽ കയറ്റിയിട്ട് പോകുന്ന സമയത്ത് സദക്കത്തുള്ള സാർ പറഞ്ഞു എൻ്റെ പേരിൽ നിങ്ങൾ ആൾക്കാരെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും തൂക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തിനാണ് സാർ എന്ന് പറയുന്നത്? അപ്പോൾ എൻ്റെ ഈ ഷോൾഡറിൽ ആൾ ഒരൊറ്റടി അങ്ങോട്ട് അടിച്ചു. എന്നെ അടിച്ചു കൈകൊണ്ട്. അപ്പോൾ SI സാർ പറഞ്ഞു ഒന്ന് ഒതുങ്ങ് സദക്കത്തുള്ള എന്ന് പറഞ്ഞപ്പോൾ ആൾ കുറച്ചൊന്ന് കാമായി. പിന്നെ ഞങ്ങൾ ചെന്ന് റിലീഫ് ഹോസ്പിറ്റലിൽ ഇറങ്ങിയപ്പോൾ ഈ സദക്കത്തുള്ള സാർ അങ്ങനെ നോർമലായിട്ട് കാഷ്വലായിട്ട് നടന്ന് അങ്ങനെ ഗേറ്റിന് അങ്ങോട്ടേക്ക് പോയി. ഞാൻ ബ്രദറിനെ എടുത്ത് കാഷ്വാലിറ്റിയിലേക്ക് പോയി, ഈ വീൽ ചെയറിൽ അങ്ങനെ പോയി സമയത്ത് അവർ പറഞ്ഞു അസാൾട്ട് എടുക്കില്ല. അപ്പോൾ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് എന്തായാലും നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു SI. അസാൾട്ട് എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, ഇവിടെ കുന്നുമല വേണമെങ്കിൽ അവിടെ പൊയ്ക്കോ എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴേക്കും SI പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് വെഹിക്കിളിൽ പൊയ്ക്കോ, ഞാൻ വരാം എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ സദക്കത്തുള്ള സാർ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ആയാലും ഭയങ്കര അരഗൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കൊരു കുഴപ്പമില്ലാന്ന് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയുന്നത്. ഈവൻ അവൻ്റെ നെറ്റിയിലായാലും കഴുത്തിലായാലും ഈ പിടിച്ച മാർക്കും നെറ്റിയിലൊക്കെ ഉണ്ട്. ഡോക്ടർ, അവിടെയുള്ള ഡോക്ടർ, ആള് ഭയങ്കര അരഗൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെ എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴേക്കാണ് അവിടെ പോലീസുകാർ വന്നു. CI അവിടെ മൊത്തത്തിൽ ഞങ്ങൾ സറൗണ്ട് ചെയ്തു, ഞങ്ങൾ ലോക്കായ പോലായി. പിന്നെ CI സാർ വന്നിട്ട് അങ്ങനെ എൻ്റെ ബ്രദറിനെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇതിന് ശേഷമാണ് ഈവൻ ഞാൻ തന്നെ എൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റിയത്. ഇതിലിപ്പോൾ 2 വകുപ്പുകളാണ്. ഒന്ന് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ മർദ്ദിച്ചു എന്നുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഒരു നിയമ നടപടി എന്താണ്? എന്നെ ആൾ അസാൾട്ട് ചെയ്തു. ഞാൻ ഇവരെ വിശ്വസിച്ച് അവരുടെ പ്രൈവറ്റ് വെഹിക്കിളിൽ കയറുമ്പോൾ എന്നെ അവർ അസാൾട്ട് ചെയ്തു. ആ രീതിക്ക് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രദർ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ അവിടെ CCTV ദൃശ്യങ്ങളും ഉണ്ട്, അതിൽ വിസിബിളാണ്. അപ്പോൾ ആളുടെ അടുത്ത് നമുക്ക് ചോദിച്ചൂടെ, നമ്മളെ സെർവ് ചെയ്യേണ്ട ആൾക്കാരല്ലേ ഇവർ, നമുക്ക് ചോദിച്ചൂടെ എന്താണ് സാർ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ അവർക്ക് മാന്യമായിട്ട് മറുപടി പറയാം, ഇതായിരുന്നു പ്രശ്നം എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതിന് ഇത്രയും തെറികൾ വിളിച്ച് ഇത്രയും അസാൾട്ടായിട്ട് ആൾ അബ്യൂസീവായിട്ട് വിളിക്കേണ്ടല്ലോ, മാന്യമായിട്ട് നീ വാ എന്ന് വിളിച്ച് പറഞ്ഞാൽ ആരായാലും കൂടെ പോവില്ലേ, എന്താണ് കാര്യം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പോരാം. പക്ഷേ ഇത് മാന്യമല്ലാണ്ട് കഴുത്തിന് പിടിച്ച് ഇറക്കിയിട്ടൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ
നമ്മൾ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിക്ക് കണ്ടു നിൽക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഇപ്പോൾ ഈ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ? കൊടുത്തിട്ടുണ്ട്. അവർ DYSP ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ റെഡി ആവും എന്ന് പറഞ്ഞു. നീതി കിട്ടുന്നതാണ് പ്രതീക്ഷ. പ്രതീക്ഷിക്കണമെന്ന് അറിയില്ല, കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇത്രയും വലിയൊരു ടീംസ് പോലീസുകാരാണ്. നമുക്കറിയില്ല, നമ്മളെ സെർവ് ചെയ്യേണ്ട ആൾക്കാർ നമ്മൾ എവിടെ കൊണ്ടിടും എന്നറിയില്ല, പോരാടും. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഉടൻ തന്നെ കൈമാറും. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.